ഇറാൻ മിഡിൽ ഈസ്റ്റിലെ പ്രധാന മിസൈൽ ശക്തിയാണ് എന്നാണ് വിലയിരുത്തുന്നത്. മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വിപുലമായതും ആ മേഖലയിലെ തന്നെ സൈനിക തന്ത്രത്തിന്റെ കേന്ദ്ര ബിന്ദുവുമാണ് ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതി. ദേശീയ പ്രതിരോധത്തിനും മേഖലയിലെ പ്രാദേശിക സ്വാധീനത്തിനും വേണ്ടി രൂപകൽപ്പന ചെയ്ത മിസൈലുകൾ നിലവിൽ ഇറാന്റെ പക്കലുണ്ട്. സൗദി അറേബ്യ, ഇസ്രയേൽ, അമേരിക്ക തുടങ്ങിയ കരുത്തരായ എതിരാളി ഇവരുടെ സൈനിക മേധാവിത്വത്തോട് മത്സരിച്ച് നിൽക്കുക എന്നത് തന്നെയാണ് ഇറാന്റെ ലക്ഷ്യം. പ്രധാനമായും എയ്റോസ്പേസ് ഇൻഡസ്ട്രീസ് ഓർഗനൈസേഷനും ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സും വികസിപ്പിച്ച ഇറാന്റെ മിസൈൽ ആയുധ ശേഖരത്തിൽ ദ്രാവക ഖര ഇന്ധന മിസൈലുകളുണ്ട്. പരസ്യമായി ആണവായുധങ്ങൾ വികസിപ്പിച്ചിട്ടില്ല എങ്കിലും ആണവ പോർമുനകൾ വഹിക്കാൻ കഴിവുള്ള മിസൈലുകൾ ഇറാന്റെ പക്കലുണ്ട് എന്ന് തന്നെ വിശ്വസിക്കപ്പെടുന്നു. ഇറാഖിന്റെ ആക്രമണങ്ങളെ തടയുന്നതിനും വ്യോമശക്തി കൂട്ടുന്നതിനുമായി 1980-88 കാലഘട്ടത്തിൽ ഇറാഖുമായുള്ള യുദ്ധം നടക്കുമ്പോഴാണ് ഇറാന്റെ മിസൈൽ പദ്ധതിക്ക് ആരംഭം കുറിക്കുന്നത്. ഇറാഖിന്റെ മിസൈൽ ആക്രമണങ്ങൾക്കും മികച്ച വ്യോമശക്തിക്കും മറുപടിയായി ബാലിസ്റ്റിക് മിസൈൽ പദ്ധതി എന്ന ഒരു പ്രോഗ്രാം ഇറാന് ഏറ്റവും അത്യന്താപേക്ഷിതമായിരുന്നു. പക്ഷേ ഇസ്ലാമിക വിപ്ലവത്തിന് മുൻപ് തന്നെ ഇറാൻ ബാലിസ്റ്റിക് മിസൈലുകൾക്കായി ശ്രമം തുടങ്ങിയിരുന്നു. അതിലെ വിരോധാഭാസം ലാൻസ് മിസൈലുകൾക്കായുള്ള അഭ്യർത്ഥന അമേരിക്ക നിരസിച്ചു. അതിനെ തുടർന്ന് അന്നത്തെ ഇറാൻ ഭരണാധികാരി ഷാ പഹൽവി ഇസ്രയേലുമായി ചേർന്ന് ഒരു ഹ്രസ്വ ദൂര സംവിധാനം വികസിപ്പിച്ചു എന്നതാണ്. പ്രോജക്ട് ഫ്ലവർ എന്നറിയപ്പെട്ട ഈ പദ്ധതിക്ക് ഇറാൻ ഫണ്ട് നൽകിയപ്പോൾ ഇസ്രയേൽ സാങ്കേതിക വിദ്യ നൽകി. അതോടൊപ്പം ഷാ ഭരണകൂടം ആണവായുധ വികസനത്തിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു. പക്ഷേ ഇസ്ലാമിക വിപ്ലവത്തോടെ രണ്ട് പരിപാടികളും ചവറ്റുകുട്ടയിലായി. ഷായുടെ കീഴിൽ 400-ലധികം യുദ്ധവിമാനങ്ങൾ ഉൾപ്പെടെ ഗൾഫിലെ ഏറ്റവും വലിയ വ്യോമസേനയാണ് ഇറാൻ ഉണ്ടായിരുന്നത്. പക്ഷേ ഇസ്ലാമിക വിപ്ലവത്തിന് പിന്നാലെ പടിഞ്ഞാറൻ രാജ്യങ്ങളുമായുള്ള ബന്ധം തകർന്നതോടെ സ്പെയർ പാർട്സ്, അറ്റകുറ്റപ്പണികൾ, പൈലറ്റ് പരിശീലനം, നൂതന ആയുധങ്ങൾ എന്നിവയിൽ ബുദ്ധിമുട്ടുണ്ടായി. ഇറാന്റെ ആക്രമണശേഷി അതിവേഗം ക്ഷയിച്ചു. 1980-ലെ ഇറാന്റെ ആക്രമണത്തിന് ശേഷം മിസൈലുകൾ വികസിപ്പിക്കേണ്ടത് അത്യാവശ്യമായി. ഇതോടെ 1984-ൽ ലിബിയയിൽ നിന്ന് ആദ്യത്തെ ബാലിസ്റ്റിക് മിസൈലുകൾ സോവിയറ്റ് നിർമ്മിത സ്കഡ് ബിയുടെ 20 യൂണിറ്റ് സ്വന്തമാക്കി. പിന്നാലെ ഉത്തര കൊറിയയിൽ നിന്നും ചൈനയിൽ നിന്നും സ്കഡ് ഡെറിവേറ്റീവുകളും ലോഞ്ചറുകളും വാങ്ങി. ഇതുപയോഗിച്ച് ഇറാൻ തുടക്കത്തിൽ മിസൈൽ ആയുധ ശേഖരം വികസിപ്പിക്കുകയായിരുന്നു. ഒപ്പം ഈ രാജ്യങ്ങളിൽ നിന്ന് സാങ്കേതിക പരിശീലനവും നേടി. 1988-ൽ യുദ്ധം അവസാനിക്കുന്നതുവരെ ഇറാഖിനെതിരെ 300 കിലോമീറ്റർ പരിധിയുള്ള ഈ മിസൈലുകൾ പ്രയോഗിക്കപ്പെട്ടു. ഇറാഖുമായുള്ള യുദ്ധത്തിന് ശേഷം ഇറാൻ തങ്ങളുടെ മിസൈൽ ശേഖരം ക്രമാനുഗതമായി വികസിപ്പിക്കാൻ തുടങ്ങി. പിന്നീട് അവർക്കൊരു വിശ്രമം ഉണ്ടായിട്ടില്ല. അവരുടെ മിസൈൽ സാങ്കേതിക വിദ്യയുടെ ഉദ്ഭവമാകട്ടെ സോവിയറ്റ്, ഉത്തര കൊറിയൻ, ചൈനീസ് സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തിയുള്ളതായിരുന്നു. അടിസ്ഥാന സാങ്കേതിക വിദ്യ എന്താണ് എന്ന് മനസ്സിലാക്കി അതിൽ കൂടുതൽ മെച്ചപ്പെടുത്തൽ നടത്തി ആഭ്യന്തരമായി ഇറാൻ നിർമ്മിക്കുകയാണ് ചെയ്തത്. പ്രധാന പങ്കാളിയായിരുന്നു സിറിയ. ഉത്തര കൊറിയ മിസൈൽ സാങ്കേതിക വിദ്യകളിൽ സിറിയയ്ക്ക് ചിലത് വിറ്റിരുന്നു. ഇതെല്ലാം ഇറാന് ഗുണകരമായി ഭവിച്ചു. 1980-കളുടെ അവസാനത്തിൽ 1990-കളുടെ തുടക്കത്തിൽ ഇറാൻ ഷഹാബ് 1, ഷഹാബ് 2 മിസൈലുകൾ വികസിപ്പിച്ചു. ഇത് പ്രധാനമായും ഉത്തര കൊറിയയിൽ നിന്നും ചൈനയിൽ നിന്നും ലഭിച്ച സോവിയറ്റ് സ്കഡ് ബി, സ്കഡ് സി മിസൈലുകളുടെ റിവേഴ്സ് എഞ്ചിനീയറിംഗ് പതിപ്പുകളായിരുന്നു. യഥാക്രമം 330 കിലോമീറ്ററും 500 കിലോമീറ്ററും ദൂരപരിധി ഉള്ളവയായിരുന്നു അവ. സാങ്കേതിക വിദ്യ കൈമാറിയും മിസൈൽ വികസനത്തിൽ സഹായിക്കുകയും ഒക്കെ ചെയ്തു. ഈ ഘട്ടത്തിൽ ഉത്തര കൊറിയ ഒരു പ്രധാന പങ്കാളിയായി നിലകൊള്ളുകയായിരുന്നു. പിന്നീട് ഫത്തെ 110, മുഷാഖ് തുടങ്ങിയ ഹ്രസ്വദൂര തദ്ദേശീയ ഖര ഇന്ധന മിസൈലുകൾ ഇറാൻ വികസിപ്പിച്ചു. ഇതിന് ചൈനയുടെ സാങ്കേതിക പിന്തുണ ലഭിച്ചിരുന്നു എന്നാണ് മറ്റൊരു റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. മിസൈൽ സാങ്കേതിക വിദ്യയിൽ ഇങ്ങനെ സ്വയം പര്യാപ്തത കൈവരിക്കുകയായിരുന്നു തുടർന്നുള്ള ഇറാന്റെ ലക്ഷ്യം. സാങ്കേതിക വിദ്യ കൈമാറ്റത്തിന് പകരമായി ഉത്തര കൊറിയയുടെ മിസൈൽ പദ്ധതിക്ക് ധനസഹായം നൽകി എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. 1998-ൽ ഏകദേശം 1300 കിലോമീറ്റർ പരിധിയുള്ള ഷഹാബ് 3 അവതരിപ്പിച്ചു. ഇതിന് മിഡിൽ ഈസ്റ്റിലുടനീളം ലക്ഷ്യങ്ങളിൽ എത്താൻ കഴിവുണ്ടായിരുന്നു. ഉത്തര കൊറിയയുടെ നോഡോങ് 1 മിസൈലിനെ അടിസ്ഥാനമാക്കിയാണ് ഇത് നിർമ്മിച്ചത്. നോഡോങ് മിസൈലുകളിൽ ചെയ്തതുപോലെ തുടർന്നും മറ്റു രാജ്യങ്ങളിൽ നിന്നും വാങ്ങിയ മിസൈൽ സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തി സ്വന്തമായി മിസൈലുകൾ വികസിപ്പിക്കുകയായിരുന്നു ഇറാൻ. 2000-ന് ശേഷം മെച്ചപ്പെട്ട കൃത്യതയും വേഗത്തിലുള്ള വിക്ഷേപണ ശേഷിയുമുള്ള ഖര ഇന്ധന മിസൈലിന്റെ വരവ്. ഇതോടെ മിസൈൽ ആയുധ ശേഖരം വിപുലീകരിച്ചു. 2010 ആയപ്പോഴേക്കും പുതിയ വകഭേദങ്ങൾ, മിസൈൽ പരീക്ഷണങ്ങൾ ബഹിരാകാശ വിക്ഷേപണ പരിപാടിയുമായി സംയോജിപ്പിച്ചു. വിദേശ ഘടകങ്ങൾ, റിവേഴ്സ് എഞ്ചിനീയറിംഗ്, ആഭ്യന്തര ഗവേഷണം എന്നിവ സംയോജിപ്പിച്ചുകൊണ്ട് പരിമിതമായ ഇറക്കുമതിയിൽ നിന്ന് ഇറാന്റെ മിസൈൽ ശേഷി ഒരു തദ്ദേശീയ പരിപാടിയായി വളർന്നു. ഉപരോധങ്ങൾ മൂലം വിദേശ സ്രോതസ്സുകളെ ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ അടിസ്ഥാന സൗകര്യങ്ങളിൽ വൻതോതിൽ നിക്ഷേപം നടത്തി. ഇതോടെ സ്വന്തമായി മിസൈലുകൾ നിർമ്മിക്കാൻ അവർക്ക് സാധിച്ചു. പക്ഷെ ഇപ്പോഴും ചില പ്രധാന ഘടകങ്ങൾ ഇറക്കുമതി ചെയ്യുന്നുണ്ട്. ഇറാന്റെ മിസൈലുകൾക്ക് ഇസ്രയേൽ ഉൾപ്പെടെ മിഡിൽ ഈസ്റ്റിന്റെ ഏത് ഭാഗത്തും ആക്രമണം നടത്താൻ സാധിക്കും. പ്രാദേശിക പ്രതിരോധവും തന്ത്രപരമായ മുൻതൂക്കവും ലക്ഷ്യമിട്ട് ഇറാന്റെ മിസൈൽ പരീക്ഷണങ്ങളും ഉൽപാദനവും ത്വരിതപ്പെടുത്തുകയും ചെയ്തു. ഇസ്രയേലുമായുള്ള നിരന്തര സംഘർഷങ്ങൾ, ഈ സംഘർഷത്തെ തുടർന്നാണ് ഇറാൻ തങ്ങളുടെ അതിവേഗ മിസൈൽ ശേഷി വികസിപ്പിച്ചത്. ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകളുടെ വികസനവും പരീക്ഷണവും അവർ തുടരുകയാണ്.
2000 കിലോമീറ്ററോ അതിൽ കൂടുതലോ പരിധിയുള്ള മിസൈലുകൾ പ്രവർത്തനക്ഷമമാണ് എന്നും വിന്യസിക്കാൻ സജ്ജമാണെന്നും ഇറാൻ അവകാശപ്പെടുന്നു. മിഡിൽ ഈസ്റ്റിനെയും യൂറോപ്പിന്റെ ചില ഭാഗങ്ങളെയും ആക്രമിക്കാൻ ശേഷിയുള്ള നൂതന മിസൈലുകൾ കൈവശമുണ്ട് എന്നാണ് ഇറാന്റെ അവകാശവാദം. ഹൈപ്പർസോണിക് മിസൈൽ സാങ്കേതിക വിദ്യയിൽ പുരോഗതിയുണ്ട് എന്നും അവകാശവാദങ്ങളുണ്ട്. ദീർഘദൂര മിസൈലുകൾ വികസിപ്പിക്കുന്നുണ്ടെന്നും 16 കിലോമീറ്റർ പരിധിയുള്ള ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ വിന്യസിക്കാൻ സജ്ജമാണെന്നും റിപ്പോർട്ടുകളുണ്ട്. പക്ഷേ ഇക്കാര്യത്തിൽ അന്താരാഷ്ട്ര സമൂഹം ചില സംശയങ്ങൾ പ്രകടിപ്പിക്കുന്നുണ്ട്. ഇറാന്റെ മിസൈൽ പദ്ധതി പ്രധാനമായും നിയന്ത്രിക്കുന്നത് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സും എയറോസ്പേസ് ഇൻഡസ്ട്രീസ് ഓർഗനൈസേഷനുമാണ്. മിസൈലിന്റെ കൃത്യത, പ്രത്യാക്രമണങ്ങൾക്കെതിരായ അതിജീവന ശേഷി എന്നിവ മെച്ചപ്പെടുത്തുന്നതിലാണ് പ്രധാന ശ്രദ്ധ ചെലുത്തുന്നത്. ദ്രാവക ഖര ഇന്ധന മിസൈലുകളുടെ വികസനവും ഈ പദ്ധതിയിൽ ഉൾപ്പെടുന്നുണ്ട്. അതേസമയം മിസൈൽ ഉൽപാദനവും അനുബന്ധ സാങ്കേതിക വിദ്യകളും തടയുന്നതിന് ആഗോളതലത്തിൽ ശക്തമായ ഉപരോധം ഏർപ്പെടുത്തിക്കൊണ്ട് പാശ്ചാത്യ രാജ്യങ്ങൾ തിരിച്ചടിച്ചു. 2000ന്റെ തുടക്കത്തിൽ തന്നെ സാങ്കേതിക കൈമാറ്റം തടയുന്നതിനായി അമേരിക്കയുടെ ഉപരോധങ്ങൾ വന്നു. ഉപരോധങ്ങളും UN നിയന്ത്രണങ്ങളും ഉണ്ടായിരുന്നിട്ടും ബഹിരാകാശ വിക്ഷേപണ സാങ്കേതിക വിദ്യകളുമായി മിസൈൽ വികസനം സംയോജിപ്പിച്ചുകൊണ്ട് ഇറാൻ മുന്നോട്ട് പോയി. എങ്കിലും ചൈന പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് ഇറാൻ ഇപ്പോഴും സഹായം ലഭിക്കുന്നതായാണ് റിപ്പോർട്ടുകൾ. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.